എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ തുല്യ ത്രികോണങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 24 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തീർന്നു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് രണ്ട് വശങ്ങൾ. ഇതാണ് രണ്ട് വശങ്ങൾ. അപ്പൊ ഒരു ത്രികോണം വരയ്ക്കാൻ 3 വശങ്ങളുടെ നീളം അറിഞ്ഞാൽ മതി. നമ്മൾ ആദ്യം പഠിച്ചു 3 വശങ്ങളുടെ നീളം അറിയാമെങ്കിൽ നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ കഴിയും. 3 വശങ്ങളുണ്ടെങ്കിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ കഴിയും അല്ലേ? 3 വശങ്ങൾ ഞാൻ SSS എന്ന് കൊടുക്കുന്നു. 3 വശങ്ങളുണ്ടെങ്കിൽ നമ്മൾ ത്രികോണം വരയ്ക്കും. ആദ്യം താഴെ ഒരു വശം വരയ്ക്കും, പിന്നെ ഈ വശത്തെ നീളം കോമ്പസിലെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ ഈ അളവെടുത്ത് കോമ്പസിലെടുത്ത് ആർക്കിനെ കട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 3 വശങ്ങളുണ്ടെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കും നമ്മൾ. ഇത് കൂടാതെ ഇപ്പൊ 3 വശങ്ങൾ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും 3 അളവുകൾ ഉണ്ടായാൽ മതി നമുക്ക്. ഇപ്പൊ 3 അളവുകൾ, ഇത് 3 വശമായി. ഇനി ഇത് കൂടാതെ ഒരു വശവും ആ വശത്തിലുള്ള 2 കോണുകൾ അറിയാമെങ്കിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ കഴിയും. അതായത് ഈ വശത്തിന് നീളം ഇപ്പൊ 2ഓ 3ഓ എത്ര തന്നെ ആയിക്കോട്ടെ, ഇവിടെ ഒരു 30 ഡിഗ്രിയോ 40 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ കോമ്പസില് പ്രൊട്രാക്ടറിൽ അത്ര അളവെടുത്ത് നീട്ടി വരയ്ക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും അളവ് എത്രയാണോ വന്നിരിക്കുന്നത് അതനുസരിച്ച് പ്രൊട്രാക്ടറിൽ വരച്ചിട്ട് നീട്ടി വരച്ച് ത്രികോണം കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഒരു വശവും 2 കോണുകൾ, അതായത് വശത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കോണുകൾ. മനസ്സിലായോ? വശത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കോണുകൾ. അപ്പൊ ഈ 2 രീതിയാണ് നമ്മൾ പഠിച്ചത്. ഇത് കൂടാതെ നമുക്ക് വേറൊരു രീതി കൂടെ ഉണ്ട്. അതേതാന്ന് നോക്കാം. അപ്പൊ 3 വശങ്ങൾ തന്നാൽ ത്രികോണം വരയ്ക്കാൻ അറിയാം. ഒരു വശവും ആ വശത്തിന്റെ 2 അറ്റത്തുള്ള കോണുകളും തന്നാൽ ത്രികോണം വരയ്ക്കാൻ അറിയാം. പിന്നെ കൂടാതെ, ഇതൊന്നും കൂടാതെ മറ്റേതെങ്കിലും രീതി കൊണ്ടോ ഉണ്ട്. ആ 3ാമത്തെ രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ രീതി എന്താണ്? 2 വശങ്ങളും അതിന്റെ ഉള്ളിലുള്ള കോണും. അപ്പം 2 വശങ്ങൾ അറിയാം. ഇതുണ്ട്, ഇതൊരു വശം, ഈ വശം അറിയാം. ഇതിന്റെ ഉള്ളിലുള്ള കോൺ അറിയാമെങ്കിൽ നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ കഴിയും. അപ്പം ഇത് വശം, ഇത് കോണ്, ഇതും വശം. അപ്പം എസ് എയും എസ്. അപ്പം 2 വശവും അതിനുള്ളിലുള്ള കോണും അറിയാമെങ്കിൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ കഴിയും. അപ്പം ഇതിലെല്ലാം നോക്കുമ്പോൾ 3 അളവുകൾ വേണം, കുറഞ്ഞത് 3 അളവുകൾ വേണം നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ. അപ്പൊ ഞാൻ വേറൊരു ചിത്രം വരയ്ക്കുകയാണ്. റഫായിട്ടാണ് വരയ്ക്കുന്നത്, കറക്റ്റ് മെഷറൊന്നും അല്ല, ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ത്രികോണത്തില് ഞാൻ ഇവിടെ 5 സെന്റിമീറ്റർ എടുക്കുന്നു. കാഴ്ചയിൽ 5 ഇല്ല, അതിൽ കുറവാണ്. പക്ഷെ ഇത് കാഴ്ചയിൽ ഞാനിവിടെ 6 സെന്റിമീറ്റർ എടുക്കുന്നു. അപ്പൊ 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വശങ്ങളുള്ള ത്രികോണം. ഇവയുടെ ഈ 2 വശങ്ങളും മാത്രം വെച്ചിട്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ 5 എടുത്തിട്ട് 6 വരയ്ക്കണമെങ്കിൽ എത്ര ഡിഗ്രിയാണ്, ഇതിന്റെ അളവ്, ഇതിന്റെ ഉള്ളളവ് എത്രയാന്ന് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ 6 സെന്റിമീറ്റർ നീളത്തില് വരയ്ക്കാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി അളവ് 40 എന്നിരിക്കട്ടെ. എന്താണ്? 40 ഡിഗ്രി. അപ്പൊ ഞാൻ ഇതെങ്ങനെ വരയ്ക്കും? ആദ്യം 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ വെച്ച് പ്രൊട്രാക്ടറിൽ 40 ഡിഗ്രി എടുത്ത് നീളത്തിൽ വരയ്ക്കും. എന്നിട്ട് കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്ത് അതിനെ കട്ട് ചെയ്യും, ജോയിൻ ചെയ്യും. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പൊ ഈ രീതി അല്ലാതെ ഇത് 2-3 രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. അതായത് ഇപ്പൊ ഒരു രീതി കഴിഞ്ഞ് ഇപ്പൊ ഈ വശങ്ങൾ മാറ്റി മാറ്റി നമുക്ക് കൊടുത്തൂടെ, കോണും മാറ്റി മാറ്റി കൊടുത്തൂടെ? അപ്പൊ നമുക്ക് വേറെയും 2 രീതിയിൽ കൂടി വരയ്ക്കാൻ കഴിയും. ഞാൻ ഇവിടെ താഴെ 5 സെന്റിമീറ്റർ എടുക്കുന്നു, ഈ 6 സെന്റിമീറ്റർ ഇപ്പുറത്ത് എടുക്കുന്നു. അതായത് 40 ഡിഗ്രി ഇവിടെ എടുത്തിട്ട് 6 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇവിടെ 40 ഡിഗ്രി ത്രികോണം നിർമ്മിക്കുന്നു. അപ്പൊ 5 സെന്റിമീറ്റർ എടുത്ത് താഴെ വരച്ചു, പിന്നെ ഇവിടെ 40 ഡിഗ്രി, ആദ്യത്തെ ചിത്രത്തിൽ അപ്പുറത്തെ സൈഡാണ്, ഇതിപ്പോ ഇവിടെ എടുത്തു. 40 ഡിഗ്രി എടുത്ത് നീട്ടി വരച്ചിട്ട് അതിൽ 6 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്ത് ത്രികോണം പൂർത്തിയാക്കി. ഇത് കൂടാതെ ഇനി നമുക്ക് ഈ വശം അങ്ങ് മാറ്റി കൊടുത്തൂടെ?
ഈ 5 താഴെ എടുത്തതിന് പകരം 6 എടുത്തൂടെ? 6 എടുക്കാം. 6 സെന്റിമീറ്റർ എടുക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് കോണളവ് ഇവിടെ എവിടെ വേണമെങ്കിലും എടുക്കാം. ഞാൻ എന്താ ഇപ്പുറത്ത് എത്ര 40 ഡിഗ്രി എടുക്കുന്നു, നീട്ടി വരയ്ക്കുന്നു. കോമ്പസില് 6, ഇതെത്രയാണ്? 5 വരണം അല്ലേ? അതിന്റെ കോമ്പസിൽ ഇവിടെ 5 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുന്നു, വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ ഇപ്പുറത്താക്കി 6 സെന്റിമീറ്റർ താഴെ എടുത്തു. അപ്പൊ ഞാനിപ്പോ 1, 2, 3 രീതിയിലാണ് വരച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 രീതിയിലും, പക്ഷെ ഇവയിലെല്ലാം മൂന്നാമത്തെ വശമോ മറ്റു 2 കോണുകളോ മറ്റും നമുക്കറിയോ? ഒന്നും അറിയത്തില്ല. അവയ്ക്ക് ഈ മാറ്റമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഈ അളവുകളൊന്നും മാറുന്നില്ല. നോക്കേ, 6ഉം 5ഉം അതിന്റെ ഇടയിലുള്ള കോൺ 40, 6ഉം 5ഉം അതിന്റെ ഇടയിലുള്ള കോൺ 40, 6ഉം 5ഉം അതിന്റെ ഇടയിലുള്ള കോൺ 40. 3 രീതിയിൽ നമ്മൾ വരച്ചാലും ആ ഉള്ളിലുള്ള കോണുകൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഈ ത്രികോണങ്ങളെല്ലാം എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ കഴിയും? ഒരു ത്രികോണത്തിന്റെ 2 വശവും അതിന്റെ ഉള്ളിലുള്ള കോണം, അവ ചേരുന്ന കോണം മറ്റൊരു ത്രികോണത്തിന്റെ, ഇപ്പൊ ഇതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, 2 വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. കൂടാതെ എന്തായിരിക്കും? മറ്റു 2 കോണുകളും തുല്യമാണ്. അപ്പൊ നമുക്കിപ്പോ ഞാൻ ആദ്യം പറഞ്ഞു തന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ചിത്രം ആദ്യം കറക്റ്റ് അളവില് യഥാർത്ഥത്തിലുള്ള അളവെടുത്ത് വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ഒരു ട്രേസ് പകർപ്പെടുക്കുക, എന്നിട്ട് പകർപ്പെടുത്തത് വെട്ടി തിരിച്ച്, ഇപ്പൊ അളവ് ഏത് രീതിയിലാണോ കിടക്കുന്നത് ആ രീതിയിൽ ഈ ത്രികോണത്തെ തിരിച്ചു കൊണ്ടുവച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നതായി കാണാം. ഇത്തരം ത്രികോണങ്ങളെയാണ് നമ്മൾ എന്താ പറയാ? തുല്യ ത്രികോണങ്ങളെന്ന് പറയുന്നത്. എന്താണ്? തുല്യ ത്രികോണങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച തത്വം മനസ്സിലായല്ലോ. ഇതിപ്പോ മൂന്നാമത്തെ തത്വമാണ് പഠിക്കുന്നത്. എന്താണ് മൂന്നാമത്തെ തത്വം? ഒരു ത്രികോണത്തിന്റെ 2 വശവും ഉള്ളിലുള്ള കോണം, അവ രണ്ടും കൂടെ ആ 2 വശങ്ങളുടെയും ഇടയിലുള്ള, പണ്ടത്തെ ടെക്സ്റ്റിൽ ഉൾക്കോണം എന്നായിരുന്നു പേര്, ഇപ്പൊ ആ പേരൊക്കെ മാറ്റി 2 വശവും അതിന്റെ ഉള്ളിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ, ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ 2 വശവും ഉൾക്കോണും അവയുടെ ഉള്ളിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്കും ഉൾക്കോണിനോടും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഒരു ത്രികോണത്തിന്റെ 2 വശവും ഉൾക്കോണം, അവ ചേരുന്ന, ഈ 2 വശങ്ങളും കൂടി ചേരുന്ന കോണാണ്. അവ ചേരുന്ന കോണം, ഉൾക്കോണം എന്നുള്ള വാക്കില്ലാത്തതുകൊണ്ട് അത് പറയണ്ട. മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും, ഇവിടെ 5 ഇവിടെ 5, ഈ 6 വശം ഇപ്പുറത്താണ് കിടക്കുന്നല്ലേ. അപ്പൊ ഈ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വെച്ചാൽ മതി. 6ഉം 6ഉം ചേർന്നിരിക്കും, 5ഉം 5ഉം ചേർന്നിരിക്കും, 40ഉം 40ഉം ചേർന്നിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? മൂന്നാമത്തെ വശം തുല്യമായിരിക്കും. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്ററിനോടും 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിനോടും തുല്യമായി കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന ഈ 2 വശമല്ലേ ഉള്ളൂ. അപ്പൊ ഈ വശവും തുല്യമായിരിക്കും. കൂടാതെ കോണുകള് എന്തായിരിക്കും? അവയും തുല്യമായിരിക്കും. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ തത്വം. മനസ്സിലായല്ലോ. പിന്നെ ഇതിൻ്റെ നമ്മൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ 2 വശങ്ങളും അതിന്റെ ഉള്ളിലുള്ള കോണാണ്. ഏതെങ്കിലും കോണുകള് ഏതെങ്കിലും വശങ്ങളുടെ ഇടയിൽ വരച്ചിട്ട് ത്രികോണം തുല്യമാകണമെന്നില്ല. ഞാൻ കാണിച്ചു തരാം. റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ 6 സെന്റിമീറ്റർ നീളത്തിൽ വരച്ചു. ഇവിടെ 5 സെന്റിമീറ്റർ കോണളവ് 40 ഞാൻ ഇവിടെ എടുത്തെന്ന് എത്തിക്കും. അപ്പൊ 2 വശങ്ങൾ നോക്കുമ്പോൾ 2 വശങ്ങളും കോണുണ്ട്, 2 വശവും കോണുണ്ട്. പക്ഷേ ഈ 2 വശങ്ങളുടെയും ഉള്ളിലുള്ള കോണമാണോ ഈ 40 ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്? അല്ല.
ഈ രണ്ട് വശങ്ങളുടെ ഉള്ളിലുള്ള കോൺ അടയാളപ്പെടുത്തിയിട്ടില്ല. ഈ രണ്ട് വശങ്ങളുടെ ഉള്ളിലുള്ള കോണാണ് 40. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണോ? അല്ല. അപ്പൊ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ എന്താ വേണം? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശവും അതിന്റെ ഉള്ളിലുള്ള കോൺ അത് മൂലമുണ്ടാകുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളോടും അതിന്റെ ഉള്ളിലുണ്ടാകുന്ന കോണിനോടും തുല്യമാണെങ്കിൽ മാത്രമേ ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാകും. അല്ലാതെ ഇവിടെയാണ് 40, പക്ഷെ ഇവിടെ അതിന്റെ ഇടയിലുള്ള കോണാണോ 40? അല്ല, ഇപ്പുറത്തോട്ടാണ് 40 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തില് തുല്യ ത്രികോണങ്ങൾ അല്ല. ഈ ചിത്രം നോക്കിക്കേ. ചിത്രത്തിൽ നമുക്ക് 3 സെന്റിമീറ്റർ നീളമുള്ള രണ്ട് സമാന്തര വരകള് കാണാൻ കഴിയുന്നുണ്ട്. ഈ സമാന്തര വരകളുടെ അപ്പുറവും ഇപ്പുറവും ഒഴിഞ്ഞടക്കാണ്. ഞാനിത് യോജിപ്പിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടി? ഒരു ചതുർഭുജം കിട്ടി. എന്താ കിട്ടിയത്? ചതുർഭുജം. അപ്പൊ കാഴ്ചയിൽ നോക്കുമ്പോൾ ഈ രണ്ട് വശവും തുല്യമാണെന്ന് തോന്നും. പക്ഷെ ഇത് തുല്യമാണോ എന്ന് നമുക്കിപ്പം കണ്ടുപിടിക്കണം. ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ എന്താ ചെയ്യുക? മുമ്പ് ചെയ്തിരിക്കുന്ന കണക്ക് ചെയ്തതുപോലെ ഒരു വികർണം വരയ്ക്കുന്നു. ഞാനൊരു വികരണം വരച്ചു. ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. A, B, C, D. ഞാൻ ഒരു വികരണം വരച്ചു. ആ ചതുർഭുജം രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റി. അപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ABCയും ACDയും എന്ന രണ്ട് ത്രികോണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. AC വികരണം വരച്ചപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. ഈ രണ്ട് ത്രികോണങ്ങളില് ABയും CDയും തുല്യമാണ്. പിന്നെ AC എന്നുള്ള വശം രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശം അല്ലേ? അപ്പം പൊതുവായിട്ടുള്ള വശം എന്തായിരിക്കും? അവ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് വശങ്ങൾ അപ്പൊ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക. തുല്യ ത്രികോണങ്ങളാകണമെങ്കിൽ എന്താണ്? ഏതെങ്കിലും 3 കാര്യങ്ങള് ശരിയായി വന്നാൽ മതി. അപ്പൊ നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങള് പരിഗണിക്കാം. ത്രികോണം ABC, ത്രികോണം DCA. ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ABയും CDയും തുല്യം. നമ്മൾ അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. രണ്ടും തുല്യ നീളമുള്ള വശങ്ങളാണ്. ഇനി AC സമ AC ഇതാണ് പൊതുവായിട്ടുള്ള വശമാണ്. ACയും ACയും പൊതുവശമാണ്. അപ്പൊ ഈ പൊതുവശം ഇതായിരിക്കും, തുല്യമായിരിക്കും. ഇനി അത് കൂടാതെ ഇപ്പൊ രണ്ട് വശങ്ങൾ നമുക്ക് കിട്ടില്ലേ? ഈ വശവും ഈ വശവും ഈ വശവും. അപ്പൊ അവയ്ക്കിടയിലുള്ള കോൺ, ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തെളിയിക്കാം? ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കാം. ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് പറഞ്ഞാൽ തെളിയിച്ചാൽ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കാം. ABയും CDയും സമാന്തര വരകൾ തന്നിട്ടുണ്ടല്ലേ? ABയും CDയും സമാന്തര വരകളാണ്. ഇപ്പൊ രണ്ട് സമാന്തര വരകൾ, ഇവിടെ കുറുകനെ ഒരു വര അപ്പൊ പറഞ്ഞു തന്നെയാണ്. അപ്പോഴുണ്ടാകുന്ന കോണുകളാണ് ഒന്ന് ഇവിടെയും ഒന്ന് ഇപ്പുറത്തും. ഇതെന്താണ്? മറുകോണായിട്ട് വരും. എന്തായിട്ട് വരും? മറുകോണുകൾ തുല്യമാണ്. അപ്പൊ AB സമാന്തരം CD ആയതിനാൽ ആ രണ്ട് കോണുകളും എന്തായിരിക്കും? മറുകോണുകളായിരിക്കും. മറുകോണുകൾ. കോൺ BAC
സമം കോൺ ACD. എന്താണ്? മറുകോണുകൾ. മറുകോണുകൾ തുല്യം. അപ്പൊ നമുക്കിപ്പോ 3 കാര്യമായി. നോക്കിക്കേ, 2 വശവും ഒരു ഉള്ളിലുള്ള കോണും. 2 വശവും ഉള്ളിലുള്ള കോണും. 2 വശവും ഉള്ളിലുള്ള കോണും. ഒരു ത്രികോണത്തിന്റെ 2 വശവും അതിന്റെ ഉള്ളിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും ഉള്ളിലുള്ള കോണിനും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം, അല്ലെ? ത്രികോണം ABC, ത്രികോണം DCA അല്ലെങ്കിൽ ACD എന്ന് വേണമെങ്കിലും പറയാം. ഇവ തുല്യ ത്രികോണങ്ങളാണ്. ഇപ്പൊ രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. ഇപ്പൊ തുല്യ ത്രികോണങ്ങളായ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ ഈ 2 വശവും തുല്യമാണ്. അപ്പൊ മൂന്നാമത്തെ വശമായ BCയും ഈ ത്രികോണത്തിലെ മൂന്നാമത്തെ വശമായ ADയും തുല്യമായിരിക്കും. മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. BC സമം therefore BC സമം AD. കൂടാതെ നമുക്ക് എന്താ പറയാൻ കഴിയും? കോണുകളും തുല്യമായിരിക്കും, അല്ലെ? അപ്പൊ ഈ 2 കോണുകളും തുല്യമാണ് നമുക്ക് കിട്ടി. ഇനി ഈ കോണും എന്തായിരിക്കും? അവയും തുല്യമായിരിക്കും. പിന്നെ കോൺ Dയും കോൺ Bയും എന്തായിരിക്കും? അതും തുല്യമായിരിക്കും. അപ്പൊ BC സമം AD ആയപ്പോൾ നമുക്ക് മൂന്നാമത്തെ വശം തുല്യമെന്ന് കിട്ടി. ഇനി BCയും ADയും തുല്യമാണ്, ഈ കോണ് നമുക്ക് തുല്യമാണെന്ന് കിട്ടും, അല്ലെ? ഏതാണ്? തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ഈ 2 കോണുകളും തുല്യമാണ്. അതും കൂടെ എഴുതാം. ഓൾസോ കൂടാതെ കോൺ BCA, കോൺ CAD. എന്തുകൊണ്ടാണ്? ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട്, തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് അവയുടെ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഈ 2 കോണുകളും നോക്കിക്കേ, ഇത് 2 സമാന്തര വരകളാണ്. അപ്പൊ സമാന്തര വരയുടെ ഇടയിലുള്ള കോൺ ഇത് ഛേദകമായിട്ട്, അതായത് ഗണ്ണിക്കുന്ന വര, 2 സമാന്തര വരകളെ ഗണ്ണിക്കുന്ന വര. അപ്പൊ ഈ 2 കോണുകളും എന്തായിട്ട് വരും? അവയും മറുകോൺ തന്നെയാണ്. എന്തായിരിക്കും? അവയും മറുകോൺ തന്നെയാണ്. തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ഈ 2 കോണുകളും തുല്യമാണെന്ന് എഴുതി. കൂടാതെ ഇവയും മറുകോണുകളാണ്. അപ്പൊ മറുകോണുകളാകുമ്പോൾ ഈ 2 വശങ്ങളും എന്തായിരിക്കും? സമാന്തരമായിരിക്കും. എന്തായിരിക്കും? സമാന്തരമായിരിക്കും. എന്തെഴുതാം? BCയും ADയും. BC സമാന്തരം AD. എന്തുകൊണ്ടാ? ഈ 2 കോണുകളും മറുകോൺ. കോൺ BCAയും കോൺ CADയും മറുകോണുകളായിട്ട് വരുന്നുണ്ട്. മറുകോണുകളായിട്ട് വരുമ്പോൾ വശങ്ങൾ സമാന്തരമാണ്. അത് നമുക്ക് നോക്കിക്കേ, ഈ ചിത്രത്തിൽ നോക്കിക്കേ. അപ്പൊ ഈ ചതുർഭുജം എന്തായിട്ട് മാറി? സാമാന്തരികമായിട്ട് മാറി. വേണ്ട, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണെങ്കിൽ ആ ചതുർഭുജം ഒരു സാമാന്തരികമാണ്. അതായത് ഒരു ചതുർഭുജത്തിന്റെ 2 വശങ്ങൾ സമാന്തരവും അവയ്ക്ക് ഒരേ നീളവുമാണെങ്കിൽ ആ ചതുർഭുജം സാമാന്തരികമാണ്. അപ്പൊ നമുക്ക് സാമാന്തരികമാണെന്ന് കിട്ടി. ഈ 2 വശങ്ങളും ആദ്യം തുല്യമായിരുന്നു. പിന്നെ നമ്മൾ ഇത് 2ഉം തുല്യമാണെന്ന് തെളിയിച്ചു. എങ്ങനെ? 2 ത്രികോണങ്ങളാക്കി ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ തെളിയിച്ചു. അപ്പൊ നമുക്ക് കിട്ടി ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണ്. അപ്പൊ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണ്, അല്ലെ? കൂടാതെ എതിർ കോണുകളും തുല്യമായിരിക്കും. സിയും എയും തുല്യമായിരിക്കും,
ബിയും ഡിയും തുല്യമായിരിക്കും. മനസ്സിലാവും. ഇനി കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അത് നമുക്ക് ചെയ്യാം. പേജ് 28 ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. ചിത്രത്തിലെ പച്ചവരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടതറ്റത്ത് നിന്നും മറ്റെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, ചുവന്ന വരകൾ സമാന്തരമാണ്. അപ്പൊ ചിത്രം വരച്ചിട്ടുണ്ട്. ചിത്രത്തില് ഈ ബിയും സി ഡിയും ആണ് ചുവന്ന വരകൾ. പിന്നെ പച്ചവരകൾ എന്ന് പറയുന്നത് എയും ബി ഡിയും പച്ചവരകളാണ്. ഈ വരകൾക്ക് തുല്യ നീളമാണ്, കൂടാതെ അവ സമാന്തരവുമാണ്. പിന്നെ നീലവര, ഇതാണ് നീലവര. ഇവിടുന്ന് ഇത് മധ്യബിന്ദുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് വലത്തോട്ടും ഇവിടുന്ന് ഒരേ അകലത്തിൽ ഇടത്തോട്ടും പോയിരിക്കുന്നു. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? ഈ ചുവന്ന വരകൾ, അതായത് ബിയും സി ഡിയും ഒരേ നീളമാണോ? എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം അവ എഴുതാം. ആ ത്രികോണം, നമുക്ക് രണ്ട് ത്രികോണമാണ് കിട്ടുന്നത്. ഏതൊക്കെ ത്രികോണം? ത്രികോണം എ ബിയും ത്രികോണം എ ബി ഇ, ത്രികോണം ബി സി ഡി അല്ലെങ്കിൽ സി ബി ഡി, എങ്ങനെ വേണമെങ്കിലും പറയാം. ത്രികോണം സി ബി ഡി പരിഗണിച്ചാൽ ഈ രണ്ട് ത്രികോണങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ചിത്രത്തില് പറയുന്നുണ്ട് എയും, ചിത്രത്തില് മാത്രമല്ല ചോദ്യത്തിൽ പറയുന്നുണ്ട് എയും ബി ഡിയും ഒരേ നീളമുള്ളവയാണ്, തുല്യ നീളമാണ്, കൂടാതെ ഇവ സമാന്തരമാണ്. ഈ രണ്ട് വരകളും സമാന്തരമാണ്. പിന്നെ വേറൊരെണ്ണം കൂടെ നമ്മുടെ ചോദ്യത്തില് പറയുന്നുണ്ട്. എ സിയുടെ മധ്യബിന്ദുവാണ് ബി, അതായത് ബിയിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും ഒരേ അകലത്തിലാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എ സിയുടെ മധ്യബിന്ദുവാണ് ബി. എ സിയുടെ മധ്യബിന്ദുവാണ് ബി. മധ്യബിന്ദു ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അത് നമുക്ക് എഴുതിക്കൂടെ? എ ബി സമം ബി സി എന്ന് എഴുതി. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക. എന്താണ്? രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക. തുല്യ ത്രികോണങ്ങളാകണമെങ്കിൽ ഏതെങ്കിലും മൂന്ന് കാര്യങ്ങൾ തുല്യമായിരിക്കണം. അപ്പൊ നമുക്ക് രണ്ടെണ്ണം തുല്യമായിട്ട് കിട്ടി. എയും ബി ഡിയും തുല്യം, പിന്നെ എ ബിയും ബി സിയും തുല്യം. ഇനി മൂന്നാമത്തെ ഇവയുടെ ഇടയിലുള്ള കോൺ, ഇത് രണ്ടിന്റെ ഇടയിലുള്ള കോൺ, ഈ രണ്ട് കോണും തുല്യമായാല് മൂന്ന് കാര്യങ്ങളായില്ലേ? അപ്പൊ നമുക്ക് ഇത് തുല്യമാകും എന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാം? എയും ബി ഡിയും സമാന്തര വരകളാണ്. നമുക്ക് സമാന്തര വര, ഒരു വര കുറുകനെ വരയ്ക്കുന്നു, ഇതാണ് കുറുകനെ വരയ്ക്കുന്ന വര. അപ്പോഴുണ്ടാകുന്ന കോണുകൾ ഈ സമാന്തര വരയുടെ താഴെയുള്ളത്, ഇവിടെ സമാന്തര വരയുടെ താഴെയുള്ളത്, ഈ രണ്ട് കോണുകളും കറസ്പോണ്ടിങ് ആംഗിൾസ്, അതായത് സമാന കോണുകളാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, സമാന കോണുകൾ തുല്യമാണ്. കാരണം ഈ രണ്ട് വരകളും സമാന്തരം ആയതിനാൽ. അത് നമുക്ക് എഴുതാം. എയും ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്, എ സമാന്തരം ബി ഡി ആയതിനാൽ നമുക്ക് എന്ത് എഴുതാം? കോൺ എ സമം കോൺ ബി. ഇത് സമാന കോണുകളാണ്, സമാന കോണുകൾ തുല്യമാണ്. അപ്പൊ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടി. രണ്ട് വശവും അവയുടെ ഇടയിലുള്ള കോൺ. രണ്ട് വശവും അവയുടെ ഇടയിലുള്ള കോണും തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. നമ്മൾ പഠിച്ച തത്വം എന്താണ്?
ഒരു ത്രികോണത്തിന്റെ രണ്ട് വശവും അവയുടെ ഇടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശത്തിനോടും അവയുടെ ഇടയിലുള്ള കോണിനും തുല്യമാണെങ്കിൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ ഇവിടെ എഴുതാം, ത്രികോണം ABEയും ത്രികോണം CBDയും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണ്. അപ്പം ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമുക്ക് കിട്ടി. അപ്പം ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വശങ്ങൾ തുല്യം, അപ്പൊ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കത്തില്ലേ? കൂടാതെ പിന്നെ രണ്ട് കോണുകൾ ഉണ്ടല്ലേ, ഈ കോണും ഈ കോണും, അവയും തുല്യമായിരിക്കും. ത്രികോണങ്ങള് തുല്യമായതിനാൽ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ബി സമം CD. തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ബി സമം CD. ബി സമം CD. ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിലോട്ട് പോകാം. ബിയും സിഡിയും തുല്യമാണെന്ന് തെളിയിച്ചു. ഇനി ഇത് സമാന്തരമാണെന്ന് കൂടി തെളിയിക്കണം. ഇതാണ് സമാന്തരമാണെന്ന് കൂടി തെളിയിക്കണം. അപ്പൊ നമുക്ക് നോക്കിക്കത്, ഈ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ മൂന്നാമത്തെ വശത്തിനോട് തുല്യമാണ്. ഇനി ബാക്കിയുള്ള രണ്ട് കോണുകളുണ്ട്, ആ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് എഴുതാം. തുല്യ ത്രികോണങ്ങളല്ലേ? കോൺ ABE സമം കോൺ BCD. എന്തുകൊണ്ടാ? ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് നമുക്ക് ആ കോണുകള് തുല്യമാണെന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് നമുക്ക് എന്താ പറയാവ? സമാന കോണുകളാണ്. ഇപ്പൊ സമാന കോണുകളായാൽ എന്താണ്? ബിയും സിഡിയും എന്തായിരിക്കും? സമാന്തരമായി. ഇവ സമാന കോണുകളാണ്. ആയതിനാൽ എന്തെഴുതാം? ബി സമാന്തരം CD എന്ന്. ബിയും സിഡിയും സമാന്തര വരകളാണെന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇനി ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.